മാജിക്കിന്റെ 2050 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മെമ്മറി മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനറും ഹിപ്നോതെറാപ്പിസ്റ്റുമായിട്ടുള്ള ഷാഹിന മാം ആണ്. വെൽക്കം മാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാം. എല്ലാവരും നല്ല മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലെ? മനസ്സത്ര റിലാക്സ് ആയിട്ട്. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ശൈല മാം പറഞ്ഞ പോലെ ഷാഹിന, എൻ്റെ പേര്, മണ്ണാർക്കാടാണ് സ്ഥലം. സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. ന്യൂറോ സൈക്കോളജിയിലാണ് ഞാൻ ട്രെയിനിങ് എടുക്കാറുള്ളത്, മെത്തേഡിലാണ്. കൂടാതെ ഹിപ്നോട്ടിസ്റ്റ് ആണ്, ഹിപ്നോളജിസ്റ്റ് ആണ്. അപ്പോൾ മെമ്മറി മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിന്റെ പവർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെയൊക്കെ മൈൻഡിന് എത്രത്തോളം പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് നമ്മളോട് പറയും, എന്നെ കൊണ്ട് അതിന് കഴിയില്ല, എന്നെ കൊണ്ട് അതിന് പറ്റില്ല, എനിക്ക് അവരെ പോലെ ആവാൻ പറ്റില്ല, ഇവരെ പോലെ ആവാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നടക്കാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയാത്തത് എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു ഒരു ടെക്നിക്കിലൂടെ നമുക്കതൊന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുമോ? എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുമോ? ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് വരണേ. നമുക്കേ നമ്മുടെ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു നമസ്തേ പറയോ? എല്ലാവരും ഒന്ന് ചെയ്യോ? അത് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു നമസ്തേ പറയണമെങ്കിൽ നമ്മൾ ഈ റിസ്റ്റ് ലൈനില്ലേ, അത് കറക്റ്റ് ആക്കി ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നമസ്തേ പറയാം. എന്നിട്ട് നമ്മുടെ നടുവിരലുണ്ടല്ലോ, ആ നടുവിരലിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഒരു വിരല് വലുതും ഒരു വിരല് ചെറുതുമായിട്ട് കാണാൻ കഴിയും നമുക്ക്. വ്യത്യാസം ഉണ്ടോ? ഉണ്ട് അല്ലേ? ആർക്കെങ്കിലും വ്യത്യാസം ഇല്ലാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ നോക്കേ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ വലിയ വിരലായിട്ട് തോന്നിയ ആ കൈ ഉണ്ടല്ലോ, അതിനെ താഴെ വെക്കുക, ചെറുതിനെ മാത്രം ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഇനി ആർക്കെങ്കിലും രണ്ട് വിരലും സെയിം ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കൈ താഴേക്ക് വെക്കുക. നമ്മൾ ഈ ചെറിയ വിരലിനെ വലുതാക്കാൻ പോവാണ്. നമ്മളെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് വലുതാക്കാൻ പറ്റും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെറിയ വിരലിനോട് നമുക്ക് ഗ്രോ 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 എന്ന് പറയാൻ പറ്റും. അതായത് സാറ് മണി സാർ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലെ ചെറിയ വിരലിനെ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് വലുതായിട്ട് തോന്നിയ കൈനെ താഴെ വെക്കുക. ഇങ്ങനെ ചെയ്യണേ. ചെറുതായിട്ട് തോന്നിയ വിരലിനെ നമ്മള് താഴെ ഇവിടെ നിർത്തുക. ആ ചെറുതിനെ നമ്മൾ വലുതാക്കാൻ പോവുക. കൈ താഴെ വെച്ചോളൂ. ഈ ചെറുതിനെ നമ്മൾ വലുതാക്കാൻ പോവാം. താഴെ വെക്കൂ. ഒരു കൈ മാത്രം കാണുന്നില്ലേ? ഒരു കൈ മാത്രം നമ്മളെ കണ്ണിന് നേരെ വെക്കുക. ചെറുതായിട്ട് തോന്നിയ വിരലുള്ള കൈ മാത്രം താഴെ വെക്കുക. മുകളിൽ വെക്കുക, ഇവിടെ വെക്കുക, ഫേസിന് നേരെ വെക്കുക. വലിയ കൈയിന് താഴെ വെക്കുക. എന്നിട്ട് ഇതിനോട് നമ്മൾ ഗ്രോ ചെയ്യാൻ പറയുകയാണ്. മനസ്സുകൊണ്ട് ഈ വിരലിനോട് പറയാം, നന്നായി സ്ട്രെസ് ചെയ്ത് പിടിച്ചിട്ട് പറയാ, ഗ്രോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രോ ഗ്രോ ഗ്രോ. നന്നായിട്ട് പറയൂ. ഗ്രോ ഗ്രോ ഗ്രോ. നന്നായിട്ട് പറയണേ. ഗ്രോ. പറഞ്ഞോളൂ. വേണമെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്ത് പറയാം. ഗ്രോ ഗ്രോ ഗ്രോ. പറഞ്ഞോളൂ. ഗ്രോ 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 ഗ്രോ. നന്നായിട്ട് ഞാൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നേടാൻ കഴിയും. ഗ്രോ ഗ്രോ ഗ്രോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഗ്രോ 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 ഗ്രോ. വേണമെങ്കിൽ ഷൗട്ട് ചെയ്ത് നമുക്ക് പറയാം. ഗ്രോ 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 ഗ്രോ. നന്നായിട്ട് വിരല് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഗ്രോ ഗ്രോ. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നമ്മള് കയ്യിന് നേരത്തെ വെച്ച പോലെ
ഇങ്ങനെ റിസ്റ്റ് ലൈൻ കറക്റ്റ് ആക്കി പിടിച്ചിട്ട് ഒന്നുകൂടെ ഒരു നമസ്തേ പറഞ്ഞുകൊണ്ട് നോക്കാം. ഇപ്പൊ വ്യത്യാസം കാണുന്നുണ്ടോ? ആ ചെറുതായിട്ട് തോന്നിയ വിരല് വലുതായോ? വലുതായിട്ട് തോന്നുന്നുണ്ടോ? വലുതായിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ആ വിരലിനെ വലുതാക്കിയില്ലേ? അപ്പൊ നമുക്ക് ആഗ്രഹിച്ചത് നേടാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ ഇനി ഈ കൈനോട് പറയാണ്. ഓക്കെ, ഈ കൈനോടിനെ സെയിം കൈനോട് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് പറയാം. ഒറ്റ സെക്കൻഡേ. ഓക്കെ, നമ്മൾ ഇനി സെയിം കൈനോട് തന്നെ പറയാണ്. എന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നുള്ളത് ആ കൈയിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാ, എനിക്ക് ആഗ്രഹിച്ചൊന്നും നേടാൻ കഴിയില്ല, മറ്റുള്ളവരൊക്കെ ഇതാ എല്ലാം നേടുന്നു, എനിക്കൊന്നിനും പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് വെറുതെ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് സാധിക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി ഒന്നുകൂടെ നമ്മുടെ കൈ ഒന്ന് വെച്ച് നോക്കിയേ. ഇപ്പൊ ചെറുതായതായിട്ട് തോന്നുന്നുണ്ടോ? സെയിം വിരല് ചെറുതായി അല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മളെ മനസ്സിലേക്ക് കൊടുക്കുന്ന സജഷൻസ് ആണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതും എത്തിക്കാതിരിക്കുന്നതും. എല്ലാവർക്കും വ്യത്യാസം ഫീൽ ചെയ്തെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി മെമ്മറിയിലോട്ട് കടക്കാം. നമുക്കൊക്കെ എത്ര സെൻസുകളുണ്ട്? പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ? 5 സെൻസുകൾ. വിഷ്വൽ, ഓഡിറ്ററി, അതായത് നമ്മൾ വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട്, ഇങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ട്, കിനസ്തെറ്റിക്കലി എന്ന് പറഞ്ഞാൽ ചെയ്ത് പഠിച്ചിട്ട്, സ്മെല് ചെയ്തും ടേസ്റ്റ് ചെയ്തും, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഡെയിലി നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ടീച്ചേഴ്സ് ക്ലാസ്സിലെടുക്കുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും കേട്ടും മനസ്സിലാക്കി ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പിന്നെ വിഷ്വലി നമുക്ക് 65% ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുക. ഓഡിറ്ററി ആയിട്ട് നമുക്ക് കേട്ടുകൊണ്ട് 20%, കിനസ്തെറ്റിക്കലി അതായത് ഫീൽ ചെയ്ത്, പിന്നെ അതായത് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടും പിന്നെ നമുക്ക് ചെയ്ത് പഠിച്ച് ചെയ്യുന്നത് 10%, സ്മെൽ ചെയ്തും ടേസ്റ്റ് ചെയ്തും നമുക്ക് വെറും 5%. ഇങ്ങനെ ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിക്ക് ഒരുപാട് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ എത്തുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ബ്രെയിനിൽ സെൻസറി മെമ്മറി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം എത്തിച്ചേരുക. അപ്പൊ ഓരോ സെൻസിനും ഓരോ സെൻസറി മെമ്മറി വീതം ഉണ്ട്. അപ്പൊ നമുക്ക് 5 സെൻസ് അല്ലേ പറഞ്ഞു. അപ്പൊ നമുക്ക് എത്ര സെൻസറി മെമ്മറി ഉണ്ടാവും? ആരെങ്കിലും ഒന്ന് മൈക്ക് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് പറയോ, നമുക്ക് എത്ര സെൻസറി മെമ്മറി ഉണ്ട്? ഓരോ സെൻസിനും ഓരോ മെമ്മറി വീതാവുമ്പോൾ നമുക്ക് എത്ര സെൻസറി മെമ്മറി? 5. സാർ പറഞ്ഞ കറക്റ്റ് ആണ്. 5 സെൻസറി മെമ്മറി നമുക്ക് ഉണ്ടാകുക. പക്ഷെ നമുക്കുണ്ടല്ലോ ഈ കിനസ്തെറ്റിക് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്.
ഓട്ടോ ചെയ്ത് പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കി കിനസ്തെറ്റിക്കല് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് 6 സെൻസറി മെമ്മറികളുണ്ട്. ഇങ്ങനെ എത്തുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ബ്രെയിനിൽ ആദ്യം എത്തുന്നത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ സെൻസറി മെമ്മറിയിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഒരുപാട് സമയം നമ്മുടെ ബ്രെയിനിൽ സേവ് ആയി കിടക്കില്ല. അടുത്ത ഒരു ഇൻഫർമേഷൻ വരുന്ന അടുത്ത ഇൻഫർമേഷൻ വരുമ്പോൾ അപ്പൊ തന്നെ ആദ്യം വന്ന ഇൻഫർമേഷൻ ഡിലീറ്റ് ആയി പോകും. നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഇൻഫർമേഷൻ വന്ന് അടുത്ത ഇൻഫർമേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസറി മെമ്മറി ഡിലീറ്റ് ആയി പോകും. ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഇതിലേതെങ്കിലും ശ്രദ്ധിച്ചാൽ മാത്രം നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഈ ഇൻഫർമേഷൻസ് എത്തും. ശ്രദ്ധിച്ചാൽ, ഏതെങ്കിലും ശ്രദ്ധിച്ചാൽ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ശ്രദ്ധിച്ചാൽ മാത്രം ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് അത് മനസ്സിലാക്കുന്നത്. 7 സെറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ ഒരു സമയം നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിൽക്കുക. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സാണ് കേട്ടോ. 8ാമത്തെ ഇൻഫർമേഷൻ വരികയാണെങ്കിൽ 1ാമത്തെ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളെ ബ്രെയിനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മുടെ ലോങ് ടൈം മെമ്മറി എന്നുള്ള പറയുന്ന സ്ഥലത്തേക്ക് എത്തണം. അതായത് ഉപബോധ മനസ്സാണ് നമ്മുടെ ലോങ് ടൈം മെമ്മറി, സബ് കോൺഷ്യസ് മൈൻഡ്. ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് അവിടെ ഒരു റിപ്പീറ്റേഷനോ റിവിഷനോ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഇൻഫർമേഷൻസ് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തുക. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ നോട്ട് ചെയ്യണം, അതൊരു റിപ്പീറ്റേഷനാണ്. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ കുട്ടികളോട് പറയുമല്ലോ, നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് എന്നെ വീട്ടിൽ പോയിട്ട് പഠിക്കണമെന്ന് നമ്മൾ കുട്ടികളോട് പറയും. അതുപോലെ നമ്മൾ ഡെയിലി ഓരോരോ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക. അത് അന്ന് ക്ലാസ് കഴിഞ്ഞ അന്ന് രാത്രി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതൊരു റിവിഷനാണ്. കുട്ടികളോട് നമ്മൾ ടീച്ചേഴ്സ് പറയും ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. അവിടെ ഒരു റിപ്പീറ്റേഷൻ നടക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ നമ്മളിപ്പോ ഈ ലോങ് ടൈം മെമ്മറിയിൽ എത്തിയ കാര്യം ഉണ്ടല്ലോ, അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ കിടക്കും. അതായത് നമ്മളിപ്പോ ഷോർട്ട് ടൈം മെമ്മറി പറഞ്ഞത് എന്താ, ഷോർട്ട് ടൈം മെമ്മറിയിൽ 7 സെറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നിൽക്കുള്ളൂ, 8ാമത്തെ വന്ന 1ാമത്തെ ഡിലീറ്റ് ആവും. പക്ഷെ അതിൽ നമ്മളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിപ്പീറ്റേഷൻ, അത് അപ്പൊ ലോങ് ടൈം മെമ്മറിയിൽ എത്തും. ഈ ലോങ് ടൈം മെമ്മറിയിൽ എത്തിയ സാധനം ഒരിക്കലും ഡിലീറ്റ് ആയി പോവില്ല, അത് അവിടെ പെർമനന്റ് ആയിട്ട് സേവ് ആണ്. പക്ഷെ ഈ സാധനം നമുക്ക് എപ്പോ ചോദിച്ചാലും കിട്ടണ്ടേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ക്ലാസ് കേട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മളെ ലോങ് ടൈം മെമ്മറി കിടക്കുന്നുണ്ട്. ഒരാൾ പെട്ടെന്ന് നമ്മളോട് ഒരു സംശയം ചോദിച്ചാൽ നമുക്കത് പറയാൻ കിട്ടുന്നുണ്ടോ? കിട്ടില്ല. ഇത് തന്നെയാണ് നമ്മളെ മക്കൾക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ അന്ന് രാത്രി തന്നെ പോയിട്ട് റിപ്പീറ്റേഷൻ നടത്തുമ്പോൾ ആ സാധനം ഉണ്ടല്ലോ 1 വീക്ക് നമ്മുടെ ബ്രെയിനിൽ പെർമനന്റ് ആയിട്ട് സേവ് കിട്ടും. എന്നും സേവ് ആണ്, എപ്പോഴും സേവ് ആണ് ലോങ് ടൈമിൽ എത്തിയ. പക്ഷെ ചോദിച്ചാൽ കിട്ടുന്ന രീതിയിൽ സേവ് ആവണമെങ്കിൽ അന്ന് രാത്രി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്ക് വരെ നമുക്ക് ആ സാധനം ഫ്രഷ് ആയിട്ട് കിടക്കും. 1 വീക്കിനകത്ത് ആര് ചോദിച്ചാലും നമുക്കത് പറയാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീക്കെൻഡില് കുട്ടികളോട് ടീച്ചേഴ്സ് പറയും, നമ്മൾ പറയും വീക്കെൻഡിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യും മക്കളെ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാല് പിന്നെ വീക്കെൻഡിൽ നമ്മൾ അത് സാറ്റർഡേ സൺഡേ നമ്മൾ അത് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങളോടെ നമ്മളെ ബ്രെയിനിൽ സേവ് ആയിട്ട് പെർമനന്റ്, അതായത് എപ്പോ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ നമുക്ക് കിടക്കും. സാധനം ഓൾറെഡി സേവ് ആണ്, പക്ഷെ കിട്ടില്ല നമുക്ക് പെട്ടെന്ന്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം വരെ അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ മാസത്തിലൊരിക്കൽ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഈ സ്കൂളില് ഈ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഈ 3 മാസം കൂടുമ്പോഴുള്ള റിപ്പീറ്റേഷൻ ആണ്, പഠിച്ച അത്രയും കാര്യങ്ങൾ. ഈ 3 മാസത്തിനകത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം ഈ ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിൽ
അതായത് നമുക്ക് എപ്പോൾ ചോദിച്ചാൽ വേണേലും കിട്ടുന്ന രീതിയിൽ നമുക്കത് കിടക്കും. മറ്റത് നമ്മൾ എടുത്ത സാധനങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് എപ്പോൾ ചോദിച്ചാലും കിട്ടൂല. നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഡെയിലി നമ്മളിപ്പോ ഇതിപ്പോ 50ാമത്തെ ക്ലാസ് ആണ്. ഈ 50 ദിവസത്തെ ക്ലാസ്സും എടുത്തിട്ട് നമ്മളത് പഠിച്ച് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നമ്മളെ ലോങ് ടേം മെമ്മറിയിൽ, അതായത് ഉപബോധ മനസ്സിൽ. പക്ഷെ നമുക്കിപ്പോ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരുപക്ഷെ പറയാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഡെയിലി സ്കൂളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അത് നമ്മൾ ഈ രീതിയിൽ, അതായത് അന്ന് ക്ലാസ് നോട്ട് ചെയ്യുന്നു, അതൊരു റിപ്പീറ്റേഷൻ ആണ്. പിന്നെ നമ്മളത് ഒന്ന് വീട്ടിൽ വെച്ച് രാത്രി ഒന്ന് വായിക്കുന്നു, അപ്പോൾ അതൊരു റിപ്പീറ്റേഷൻ ആണ്. വീക്കെൻഡിൽ ഒന്ന് വായിക്കുന്നു, പിന്നെ മന്ത്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, പിന്നെ നമ്മൾ എക്സാം എഴുതുന്നു, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ അവിടെ ഫ്രഷ് ആയിട്ട് കിടക്കും. നമ്മള് എന്താ പറയാ, ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ ചെറുതിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എനിക്കറിയാം. അപ്പുറത്തിരിക്കുന്ന കുട്ടി ആൻസർ പറയുമ്പോൾ കിട്ടി മാം, കിട്ടി ടീച്ചർ എന്ന് പറയും. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ റിപ്പീറ്റേഷനും റിവിഷനും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. സാധനം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടൂല, പെട്ടെന്ന് കിട്ടൂല. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ എത്താനുള്ള വേറൊരു സാധനം, എന്തെങ്കിലും ഒരു ഇമോഷൻ ബ്ലെൻഡ് ആവണം. റിപ്പീറ്റേഷനോ റിവിഷനോ അതല്ലെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ, ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ആ സാധനത്തിനോട് നമുക്കൊരു ഇമോഷൻ വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയാ ടീച്ചേഴ്സ് നമുക്ക് കുറെ വേർഡ്സ്, ബുക്ക്, പെൻ, പേന, അല്ല ബാഗ്, സ്കൂള്, യൂണിഫോം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ അത് പെട്ടെന്ന് കിട്ടില്ല. അതേസമയം അതിനെ നമ്മളൊരു വിഷ്വലായിട്ട്, അതായത് ഒരു ഇമാജിനേഷൻ ചെയ്യാണ്. ഒരു കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബാഗ് എടുക്കുന്നു, ബുക്കും പെന്നും ബാഗിൽ വെക്കുന്നു, യൂണിഫോം ധരിക്കുന്നു, സ്കൂളിൽ പോകുന്നു. അങ്ങനെ ഒരു ഇമോഷൻ കണക്ട് ആക്കിയിട്ട് നമ്മൾ കണക്ട് ആയത് ഈ വേർഡ്സ് എല്ലാം നമുക്ക് പറയാൻ പറ്റും. അതൊരു ഇമോഷനാണ് നമ്മളെ. കാരണം നമ്മൾ ചെറുതിലേ മുതലേ സ്കൂളിൽ പോണത് നമ്മളെ മനസ്സിലുള്ള ഒരു ഇമോഷനാണ്, നമ്മളെ ചെയ്ത കാര്യം. ഇനി വേണ്ട, ഒരു പാൽപ്പായസത്തിനെ കുറിച്ച് ടീച്ചർ ഒരു ക്ലാസ്സിൽ പറയാന്ന് വെച്ചാൽ, ഒരു മലയാളം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പാൽപ്പായസത്തിന്റെ ഒരു കഥ ടീച്ചർ പറയുകയാണെങ്കിൽ, അന്ന് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ആ പാൽപ്പായസം കുടിച്ചതിന്റെ ടേസ്റ്റ്, ചൂട്, അതിന്റെ സ്മെല്ല്, ഇതെല്ലാം നമ്മളെ മനസ്സിലേക്ക് വരും. ഇതൊക്കെ ഒരു ഇമോഷനാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷൻ കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ആ സാധനം അവിടെ കിടക്കും. 2 രീതിയിലാണ് അപ്പൊ നമുക്ക് ഇത് നമ്മളെ ബ്രെയിനിൽ എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ കിട്ടുക. ഒന്നുകിൽ നമ്മൾ റിപ്പീറ്റേഷനും റിവിഷനും നടത്തണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ കണക്റ്റ് ആവണം. എപ്പോഴാ ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണെങ്കിൽ, ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ സമയം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഇതേ സമയം എന്നല്ല, ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അതേ സമയം അന്ന് നമ്മളെ ബർത്ത്ഡേ ആയിരുന്നു, നമ്മളെ ജന്മദിനത്തിൽ നന്നായിട്ട് നമ്മൾ ആഘോഷിച്ചു. അന്ന് നമുക്കൊരു സെലിബ്രിറ്റി നമ്മളെ വീട്ടിൽ വന്നു. അപ്പോൾ ആ ഒരു ദിവസമാണെന്നെങ്കിൽ നമ്മൾ അന്നിട്ട ഡ്രസ്സിന്റെ കളറ്, നമ്മൾ അന്ന് കഴിച്ച ഫുഡ്, കേക്ക്, അതെന്തായിരുന്നു, ഇത് കംപ്ലീറ്റ് നമ്മളെ മൈൻഡിക്ക് വരും അല്ലേ? അത് അവിടെ ഒരു ഇമോഷൻ അവിടെ ജനറേറ്റ് ആയതാണ് അതിന്റെ കാരണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. നമ്മുടെ ബ്രെയിനിൽ കുറെ ന്യൂറോൺസ് ഉണ്ട് അല്ലേ? ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. അത് ഞാൻ പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ന്യൂറോൺസിന്റെ ഒരു PPT എനിക്കിതിൽ ഷെയർ ചെയ്യേണ്ട ഒരു മെത്തേഡ് അറിയാത്തതുകൊണ്ട് കേട്ടോ. ആ ന്യൂറോൺസ് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആണ് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ തല കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തെ പോലെയാണത്. അത് നമ്മൾ ഒരു മരത്തിന് വാട്ടർ ആൻഡ് മിനറൽസ്, അത് മരം വലിച്ചെടുക്കുന്നത് പോലെയാണ് ഈ ന്യൂറോൺസ് ഇൻഫർമേഷൻസ് വലിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ലോങ് ടൈം മെമ്മറി, അതായത് ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളെ ന്യൂറോണിന്റെ ന്യൂക്ലിയസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഈ ഓരോ ന്യൂറോണിന്റെ ന്യൂക്ലിയസിലാണ് സേവ് ആവുക. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിക്ക് കണക്ട് ചെയ്ത് വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട് നമ്മുടെ ബ്രെയിനിനകത്ത്, ന്യൂറോണിന്റെ. അപ്പോ ഈ ന്യൂറോണുകളുടെ എണ്ണാണ് നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്ന് പറയുന്നത്.
ഇപ്പൊ നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയുന്ന കുട്ടിക്ക് നമ്മൾ പറയും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എന്ന് പറയും. പക്ഷെ അത് ആ കുട്ടിന്റെ ഓർമ്മശക്തിയല്ലേ? അല്ലേ? ഒരു കാര്യം ചോദിച്ചത് ഓർത്തെടുത്ത് പറഞ്ഞ കഴിവല്ലേ? അപ്പൊ ഈ ബുദ്ധിശക്തി എന്ന് പറയുന്ന സാധനം ഓർമ്മശക്തിയല്ലേ? ഓർമ്മശക്തിനെയല്ലേ നമ്മൾ ബുദ്ധിശക്തി എന്ന് പറയാം. അപ്പോൾ എല്ലാവരുടെ ബ്രെയിനിലും ന്യൂറോണുകളുടെ എണ്ണം ഒക്കെ സെയിമാണ്. നമ്മൾ എത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കുന്നുണ്ട്, ആ ഒരു കണക്ഷനുകളുടെ എണ്ണാണ് നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്ന് പറയുന്നത്. ചില കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ ഒട്ടും പഠിക്കില്ല, ക്ലാസ്സിൽ ഒന്നും പഠിക്കില്ല, ശ്രദ്ധിക്കില്ല. അവരെന്ത് ചെയ്യും, ഈ SSLC പരീക്ഷ ഒക്കെ ആവുന്ന സമയത്ത് അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. എവിടുന്നെങ്കിലും ഒരു ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാരൻസിന്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് ആ സമയത്ത് അവർ പഠിച്ചിട്ട് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അവർക്ക് അപ്പൊ എവിടുന്ന അപ്പൊ ഈ ബുദ്ധിശക്തി വന്നേ? അപ്പൊ നമ്മൾ എത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മളെ ബ്രെയിനിലേക്ക് എടുക്കുന്നുണ്ടോ, അത് കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മളത് റിപ്പീറ്റേഷനിലൂടെയും റിവിഷനിലൂടെയും സേവ് ചെയ്ത് വെക്കുന്നുണ്ടോ, അതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പുല്ല് പിടിച്ച വഴിയിലൂടെ നമ്മൾ ഡെയിലി നടക്കണമെങ്കിൽ അവിടെ ഒരു വഴി ഫോം ആവും അല്ലേ? ന്യൂറോ പാത്വേ. അതുപോലെയാണ് നമ്മൾ ബ്രെയിനിൽ നമ്മൾ ഡെയിലി ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പാത്വേ ക്ലിയർ ആകും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് കിട്ടും. അതല്ല നമ്മൾ കുറച്ച് ദിവസം നടന്ന് അവിടെ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരുന്നാൽ ആ പാത്വേ ക്ലോസ് ആയി പോകും, അവിടെ വീണ്ടും പുല്ല് വന്നു പോകും. ഇതുപോലെയാണ് നമ്മളെ മൊത്തം ബോഡി വെയിറ്റിന്റെ 2% മാത്രമേ നമ്മളെ തലച്ചോറിന് ഭാരമുള്ളൂ. അപ്പോൾ ഒരുപാട് ഈ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ കുറച്ച് ഒക്കെ ചെയ്തിട്ട് പിന്നെ ആ ഭാഗത്തേക്കേ പോണില്ലെങ്കിൽ ബ്രെയിൻ അത് കട്ട് ചെയ്ത് കളയും. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇപ്പൊ TV ഫാനൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ ഓണാക്കി ആവശ്യമില്ലാതെ വരുമ്പോൾ നമ്മളെ പേരൻസ് നമ്മളോട് പറഞ്ഞു എന്തിനാ അതൊക്കെ വെറുതെ ഓണാക്കി വെച്ചത്, അതൊക്കെ ഓഫാക്കിയിട്. അതുപോലെ നമ്മളെ ബ്രെയിന് പറയും വെറുതെ എന്തിനാ കുറെ കണക്ഷൻസ് ഇങ്ങനെ, അതൊക്കെ കട്ട് ചെയ്ത് കളയും. കാരണം അവിടേക്ക് പിന്നെ ഇൻഫർമേഷൻസ് വരുന്നേ ഇല്ല. കുറച്ച് നാള് നമ്മൾ പോയി പിന്നെ ആ ഭാഗത്തേക്ക് ഒരു ബ്രെയിൻ അത് കട്ട് ചെയ്ത് കളയും, നമുക്കത് കിട്ടൂല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കട്ട് ചെയ്ത് പുതിയൊരു ഇൻഫർമേഷൻ നമ്മൾ പുതിയത് സേവ് ചെയ്യുന്നതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം നമ്മളെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് എന്താണോ നേടാൻ ആഗ്രഹമുള്ളത്, എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത്, ആ സാധനത്തെ നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മളെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ റിപ്പീറ്റഡ്ലി അത് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരുപാട് സയൻസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളെ ബ്രെയിനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം കട്ടായി പോകും. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ അല്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു PPT കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവുമായിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാനത് ക്ലിയർ ആക്കിയിട്ട് PPT കൂടെ റെഡി ആക്കിയിട്ട് കൊണ്ടുവരാം. സാധനം ഉണ്ട്, പക്ഷെ ഇതിൽ സ്ക്രീൻ ഷെയറിങ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചില സംഭവങ്ങൾ നമ്മൾ ടെക്നിക്സ് ഒന്ന് പറയാം. എങ്ങനെയാ മെമ്മറി ടെക്നിക്സ് കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ 2-3 ടിപ്സ് പറയാമോ? ഇത്രേ ഉള്ളൂ. ഇവര് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. പഠിച്ചത് മറന്നു പോവുക, അതല്ലെങ്കിൽ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അവർക്ക് എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണം ഉണ്ട് എന്നുള്ളത് അവരുടെ ബ്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇതെനിക്ക് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സീരിയസ്നെസ് അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് നേടും. അതേ നേരത്തെ പറഞ്ഞ ഒട്ടും പഠിക്കാത്ത കുട്ടികൾ ഒരു 10ാം ക്ലാസ് എത്തുന്ന സമയത്ത് അവർക്ക് എന്തൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ട് അവരത് ചെയ്യുന്നു. പിന്നെ നമുക്ക് അവർക്ക് ഇതൊരു ടാസ്ക് ആയിട്ട്, അതായത് ഡെയിലി അവരെങ്ങനെ ഒരു റിപ്പീറ്റേഷൻ റിവിഷൻ എന്നുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീക്കെൻഡിലും നമുക്കൊന്ന് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. മന്ത്ലി പിന്നെ ഓട്ടോമാറ്റിക്കലി എക്സാം വരുമല്ലോ, ക്ലാസ് ടെസ്റ്റ് വരും മന്ത്ലി 3 മാസം കൂടുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അവർക്കത് കിട്ടും. ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. നമുക്കത് താല്പര്യമുണ്ടോ,
അതാണ്. അത് താല്പര്യം ഉണ്ടാക്കാനാണ് നമ്മൾ എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മളെ ഐഡിയ പോലെ ഇത് ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണം ഉണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ചെയ്യും. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടാലന്റാ ഒരു കാര്യം. ഇപ്പൊ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് മാർക്ക് കിട്ടുക, അതല്ല ഇപ്പൊക്കെ സ്കില്ലല്ലേ. അവർക്കിപ്പോ എന്ത് സ്കില്ലാണോ, അവർക്ക് എന്തിലാണോ അവർക്ക് ഇൻട്രസ്റ്റ്, അതിനെ നമ്മൾ കൂടുതലും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ എല്ലാ വിഷയങ്ങളിലും എന്താണ് നല്ല മാർക്ക് ഉണ്ട് ഒരു വിഷയത്തില്, അതല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലാണ് അവരെ നമ്മൾ കൂടുതലും സപ്പോർട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് വേണ്ട എന്നുള്ളതല്ല. അപ്പൊ അതായത് നല്ലൊരു സാഹിത്യകാരനാണ്, മലയാളത്തിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ആ ആള് നല്ലൊരു സാഹിത്യകാരനാവും ഭാവിയില്ലേ. നമ്മളപ്പോ അതിനാണ് എക്സ്ട്രാ ട്യൂഷനും കാര്യങ്ങളും കൊടുത്ത് നന്നാക്കി എടുക്കേണ്ടത്. മാത്സിൽ ഭയങ്കര ബ്രില്യൻ്റ് ആണെങ്കിൽ മാത്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് വളർത്തിയെടുക്കുക. എന്തിലാണോ അവരുടെ കഴിവ് അതിനെ നമ്മൾ വളർത്തിയെടുക്കുക. ഓക്കെ, താങ്ക് യു. മാം, ചില സംഭവങ്ങളുണ്ട് നമ്മൾ എത്ര ചിന്തിക്കാതിരുന്നാല് അതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അത്തരം ചിന്തകളെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ എത്ര അത് വേണ്ടാന്ന് വെച്ചാൽ അതെ അതെ, അത് നമുക്കൊരു മങ്കി മൈൻഡ് ഉണ്ടെന്ന് പറയാം, കുരങ്ങിനെ പോലെ. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വെറുതെ ഇരുത്താൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ മനസ്സ് അലാവുദ്ദീന്റെ ഭൂതത്തെ പോലെയാന്ന് പറയാം. ഈ ലോകത്തുള്ള എന്ത് കാര്യം കൊണ്ടുവന്നേരാൻ കഴിവുള്ള ആളാണല്ലോ അലാവുദ്ദീന്റെ ഭൂതം. പക്ഷെ അതിനെ വെറുതെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ വെറുതെ ഇരുത്താൻ പറ്റില്ലെങ്കിൽ എന്ത് ജോലി അതിന് കൊടുക്കുക? ഒന്നും വേണ്ട, ഒരു ഏണി അവിടെ ചാരി കൊടുത്ത് കയറി ഇറങ്ങും ചെയ്യാൻ പറയാം. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ വെറുതെ ഇരുത്താൻ പാടില്ല. അത് നമ്മൾക്ക് ഒരു നെഗറ്റീവ് തോട്ട് നമ്മളെ ബ്രെയിനിലേക്ക് വന്നാൽ അത് ഒരു നെഗറ്റീവ് അടുത്ത നെഗറ്റീവ് അടുത്ത നെഗറ്റീവ്. എന്നോ അമ്മായി ഒന്ന് ചീത്ത പറഞ്ഞു വിചാരിച്ചു, അത് നമ്മളെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ആരോ ചീത്ത പറഞ്ഞു, അപ്പൊ അത് മനസ്സിൽ കിടക്കുമ്പോ അന്ന് അമ്മായി എന്നെ ചീത്ത പറഞ്ഞു, അന്ന് അമ്മാവൻ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു. അത് നമ്മളെ ഒരു മങ്കി മൈൻഡ്. അതാണ് ഒരു നെഗറ്റീവ് അടുത്ത നെഗറ്റീവ് ചാടി ചാടി ചാടിപ്പോവും. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയണം. ഈ തോട്ട് എനിക്ക് ആവശ്യമുള്ള തോട്ടല്ല, ഇതിനെന്തിനു ഞാൻ കൊണ്ടു നടക്കുന്നത്? അത് അവരുടെ മിസ്റ്റേക്കാണ്, അവരങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അവർ പറഞ്ഞെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആ തോട്ടിനെ നമുക്ക് അവിടെ എഴുതാം, ഒരു പേപ്പറിൽ എഴുതാം. നമുക്ക് അതിനെ അവിടെ കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവിടെ പുതിയൊരു ന്യൂ തോട്ട് കൊടുക്കുക. ഈ നെഗറ്റീവ്ക്ക് ചാടിപ്പോകുന്ന മങ്കി മൈൻഡ് പോസിറ്റീവ്ക്ക് ചാടിപ്പോട്ടെ. ഒരു പോസിറ്റീവ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ അതിക്ക് ചാടിക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആ സാധനത്തിന് നമ്മൾ മനസ്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിത്ത് നടുന്ന പോലെ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി. അത് അവിടെ കടന്ന് വളർന്ന് വളർന്ന് നമ്മൾ പോലും അറിയാതെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും നമ്മളെ ബ്രെയിനിക്ക് പിന്നെ അത് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്നൊക്കെ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ റോഡിൽ ഫുള്ള് കാണുക പിന്നെ ആ കാറായിരിക്കും. അതുപോലെ നമുക്ക് ഈ നെഗറ്റീവിക്ക് ചാടിപ്പോണ മൈൻഡ് ഈ പോസിറ്റീവിക്ക് ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ, ഒരു കുഞ്ഞു കുട്ടിയാണ് നമ്മളെ മൈൻഡ്. അതിനെ നമ്മളൊരു കുഞ്ഞു കുട്ടിനെ കെയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി തീയോ വെള്ളമോ കാണുമ്പോൾ പോകുമ്പോൾ നമ്മൾ പിടിച്ചു കൊണ്ടുവരും. അത് അപകടമാണ്. അതുപോലെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൊണ്ടുവരുന്നത് എനിക്ക് അപകടമാണ്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഒരു പോസിറ്റീവ് കൊടുത്ത് വേറൊരു പുതിയ കളിപ്പാട്ടം കൊടുത്ത് അതിന്റെ മൈൻഡ് മാറ്റി നമ്മൾ കൊണ്ടുപോവാം. അത്ര അങ്ങനെ കെയർ ചെയ്യാം നമ്മുടെ മൈൻഡിനെ നമ്മൾ. താങ്ക് യു മാം. ഫീഡ്ബാക്ക് പറയാനായി മറ്റ് ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫീഡ്ബാക്ക് ടൈമാണ്, ഫീഡ്ബാക്ക് പറയാനുള്ളത്. ഗുഡ് മോർണിംഗ് മാഡം. ഹായ്, മാഡം പറഞ്ഞു, മേഘ മാഡം ചോദിച്ച കാര്യം തന്നെയായിരുന്നു ഞാനും ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത് മാഡം കണ്ടിപ്പാടുള്ള വഴി പറഞ്ഞു തന്നു. പിന്നെ ഷോർട്ട് ടൈം, എന്റെ മോൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഷോർട്ട് ടൈം മെമ്മറിയാണ് എന്നുള്ളത് അവൾ പറയാറുണ്ട്. അവർക്ക് പിന്നെ കുറച്ച് മുമ്പ് കേട്ട കാര്യം പിന്നെ അവർക്ക് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മറന്നു പോകും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത് എന്നുള്ളതുള്ളത് മനസ്സിലാക്കിയില്ല. പിന്നെ എപ്പോഴും മൂത്ത ആള് കുറച്ചുകൂടെ നല്ലപോലെ പഠിക്കുന്ന കൂട്ടത്തില്ല, രണ്ടുപേരും നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ എന്നാലും ഇവിടെ എപ്പോഴും പറയും ചരനെ പോലെ എനിക്ക് കഴിയുള്ളൂ, ചരനെ പോലെ എനിക്ക് കഴിയില്ല. ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ പറയരുത്.
ഞാനിപ്പോ ഈ ക്ലാസ്സിലേക്ക് കയറിയതിനു ശേഷം ഞാൻ പറയാറുണ്ട്, നീ അങ്ങനെ പറയരുത്, നിനക്ക് അവരെ പോലെ എല്ലാ കഴിവുള്ള കൂട്ടത്തിലാണ്, നീ അങ്ങനെ പറയരുത്, നിനക്കെല്ലാം കഴിയും നിന്റെ മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളിപ്പോ ഇടയ്ക്ക് ഇപ്പൊ എപ്പോഴും പറയാറുണ്ട്, അവൾക്ക് ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളത് പോയിട്ടുള്ളത്. ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഷോർട്ട് ടേം അത് അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നുള്ളത് ഞാൻ ചോദിക്കും. ഷോർട്ട് ടേം മെമ്മറി എന്ന് നമ്മൾ പറയുന്നത് എന്ത് ഉദ്ദേശിച്ചായിരിക്കും എന്ന് ചോദിക്കുന്നത്. അത് അത് അവരുടെ ഇന്നലെയും തോട്ട്. പറഞ്ഞു. എനിക്ക് തോന്നിയത് അത് അവൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പൊ നമുക്ക് മാം എന്ത് ചെയ്തോളൂ, ഈ ഗ്രോയിങ് ഫിംഗർ ഞാൻ ഫസ്റ്റ് കാണിച്ച ടെക്നിക്കില്ലേ, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് അത് കഴിയുമെന്നുള്ളത്. അതുപോലെ മൈൻഡിന് പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാൻ പറയാം, ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. പിന്നെ ഈ റിപ്പീറ്റേഷൻ റിവിഷനും നടക്കണം. അപ്പൊ മൂത്ത ആളുടെ കേസിൽ അത് നടക്കുന്നുണ്ടാവും, ഇവരുടെ അത് നടക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് ടൈം മെമ്മറി, അങ്ങനെയുള്ള ഒരു സംഗതി, അങ്ങനെ ഒരു തോട്ട്, അത് നമ്മൾ പറഞ്ഞ് ഇല്ലാതാക്കുക. അവളേന്ന് നമ്മൾ പറഞ്ഞ് ഇല്ലാതാക്കി എടുക്കുക. അങ്ങനെ ഒരു കാര്യമില്ല, നിനക്കും കഴിയും. ഇതേപോലെ ലോങ് ടൈം മെമ്മറിക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുക. പക്ഷെ മൂത്താളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തോടെ എടുക്കുമ്പോൾ അവന് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെയാണ്. ഈ ആളിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആളെല്ലാം വളരെ ബോൾഡായിട്ട് കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണതെന്നുള്ളത് ആലോചിക്കാറുണ്ട്. അത് ചെറുതിലെ എങ്ങനെയാ, മൂത്താളെ പോലെ ചെറിയ ആള് പഠിക്കാന് ചെറുതിലെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഈ സർജറിന്റെ മുന്നേ? ഇല്ല, രണ്ടുപേരും ഒരുപോലെ പഠിക്കുന്ന കൂട്ടത്തിലാണ്. രണ്ടുപേരും ആണോ? നന്നായിട്ട് പഠിക്കുന്ന അപ്പൊ കൂട്ടത്തിലാണ്. എന്തോ ഒരു നെഗറ്റീവ് തോട്ട് ആളുടെ കിടന്നിട്ടുണ്ടാവും. അത് നമുക്ക് നേരിട്ട് ഉണ്ട്. കണ്ടാലാണ് ഇനിയിപ്പോ എന്താണ് അങ്ങനെ പറയുന്നേന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവളുടെ എടുക്കണം കാര്യങ്ങള്. താങ്ക് യു മാഡം. എന്തായാലും കുറച്ച് കാര്യങ്ങളല്ലേ മാഡം പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് നിൽക്കില്ലല്ലോ, കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് നിൽക്കും. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്കായാലും ഉപയോഗമുള്ള, കുട്ടികളെ കാര്യത്തിലൊന്നും മുതിർന്നവർക്കായാലും ഉപയോഗമുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു. മനസ്സിലായി. താങ്ക് യു. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ക്ലാസ് കുഴപ്പമില്ല, നല്ലൊരു ക്ലാസ് ആയിരുന്നു. മെമ്മറി മറ്റേ സ്റ്റാർട്ടിങ് തന്നെ നല്ല ഒരു തുടക്കത്തിൽ തന്നെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. കാരണം കഴിയിന്റെ ചെറുതും വലുതൊക്കെ നമ്മുടെ മെമ്മറിയിൽ എങ്ങനെ ഇതാക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഈ ക്ലാസ്. നമ്മൾ എത്രത്തോളം തോട്ട് റിപ്പീറ്റ് ചെയ്യുന്നുവോ അത് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുള്ളതും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. മറ്റേത് നമ്മൾ നിരന്തരം ചെയ്യണമെങ്കിൽ അത് ഓർമ്മയിൽ ഇരിക്കുന്നില്ല. കാരണം അത് എന്തില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല. അത് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതുപോലെ ആ ടെക്നിക്ക് വളരെ നന്നായി തോന്നി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മൾക്ക് ഉയരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ലാസ്റ്റിൽ പറയേണ്ട കാര്യം, ആദ്യം മാമിന് ഒരു കൂപ്പുകൈ അതിൽ കൂടെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളെ മെമ്മറി നിലനിർത്താൻ നമ്മൾ റിപ്പീറ്റേഷൻ റിവൈസ് ചെയ്യുന്നതിന്റെ കാര്യവും, അതുപോലെ തന്നെ മെമ്മറി അതിന്റെ ഇമോഷണൽ ബ്ലെൻഡ്. അപ്പൊ പറഞ്ഞ പോലെ നമ്മളെ ബർത്ത്ഡേ ആണെങ്കിലോ വേറെ എന്താ മാരേജ് ആണെങ്കിലോ നമുക്ക് പെട്ടെന്ന് ആ ഡേ ഓർമ്മ വരും. അന്നത്തെ ഡ്രസ്സും അന്നത്തെ ആൾക്കാരും ഒക്കെ നമുക്ക് മെമ്മറിയിൽ. അപ്പം നമ്മൾ ശ്രദ്ധയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും, നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ മെമ്മറി മാനേജ്മെന്റ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു, തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതിന്റെ കൂടെ തന്നെ ഇപ്പൊ മാം വരെ ഒക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴും നമുക്ക് കുറച്ച് ടിപ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം. ഇപ്പം ഒരു പാത്ത് വേ ഉണ്ടായാലും, അതായത് വഴി നമ്മൾ നടന്നു കഴിഞ്ഞാല് ഒരു പാടത്തൊക്കെ വരമ്പ് പോലെ നമുക്കത് ഓർക്കാൻ പറ്റും. അപ്പൊ നമ്മളിൽ അത് ഉണ്ടാക്കിയെടുക്കാന്നല്ല, പക്ഷെ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കടു കയറിയിട്ട് നമ്മൾ ആ വഴി പോവുകയും ചെയ്യും. പിന്നെ പറഞ്ഞത് നമ്മള് എന്താ പറയാ, നമ്മൾ കാറിനെ കാണുമ്പോൾ നമ്മൾ വാങ്ങാൻ കാർ വാഗനർ ആണോ അല്ലെങ്കിൽ ടിയാഗോ ആണോ വിചാരിച്ചാൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ അതാ ഒരു വേറെ കളർ, ഇതാ കളർ, നമ്മൾ ആഗ്രഹിച്ച കളർ, അതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഈ മങ്കി മൈൻഡിന്റെ കാര്യം വളരെ ശരിയാണ്.
അതിനൊരു പാലം വെച്ചു കൊടുക്കണം കയറി ഇറങ്ങാൻ. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, തീയിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് പോയാൽ അപകടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ കളിപ്പാട്ടം വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമ്മൾ ചാടിക്കളിക്കണം. അപ്പൊ വളരെ ഭംഗിയായിട്ടാണെന്ന് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഷാഹി മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ലൊരു പ്രസന്റേഷൻ. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒന്ന് തോന്നി, ഓക്കെ, ആദ്യത്തെ എക്സ്പീരിയൻസിൽ തന്നെ ഒരു നല്ലൊരു വിശ്വാസം നമുക്ക് വന്നു. നമ്മൾ എന്ത് ശക്തമായി ചിന്തിക്കുന്നു അത് നമ്മളിലേക്ക് തന്നെ കറക്റ്റായിട്ട് വരും, നമുക്ക് പറ്റും, കഴിയുമെന്നുള്ളത് ഒരു ബോധ്യമാക്കി തന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പീറ്റേഷൻ റിവിഷൻ അതും കിട്ടിയത് കൊണ്ട് നല്ല യൂസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പൊ ഇന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ കാണുന്ന കാര്യം രാത്രി തന്നെ അതൊന്ന് മെമ്മറി ചെയ്ത് നോക്കുക, അല്ലേ മാം? അതെ. ഇന്നിപ്പോ നോട്ട് ചെയ്ത കാര്യങ്ങൾ രാത്രി ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കുക. നമുക്ക് വീണ്ടും ഇത് നമുക്ക് വേണ്ട സാധനമാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നും കൂടെ എടുത്ത് നോക്കുക. പിന്നെ മന്ത്ലി വൈസായിട്ട് ഒന്നും ഇങ്ങനെ ഒരു ത്രീ മന്തിനടുക്ക് നമ്മൾ ഒന്നും കൂടെ നോക്കുക എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നമ്മളെ ബ്രെയിനിൽ അവിടെ കിടക്കും, എവിടെയും പോവില്ല. ഇവിടെ നല്ല നമുക്ക് നമ്മളെപ്പോഴും മറന്നുപോയി എന്നുള്ള ഒരു പരാതിയാണ് എല്ലാ കാര്യത്തിലും പറയാറ്. വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? മോർണിംഗ് മാം. നമ്മള് ഓർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസിലൂടെ നമുക്ക് പറ്റുന്നുണ്ടെന്ന് പറയുന്നത്, അതേപോലെ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും അത് മനസ്സിന് പോകണില്ല. വീണ്ടും വീണ്ടും ആ ചിന്തകൾ വരുന്നത് എന്താണ്? അങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് പോകുന്നില്ലെങ്കിൽ അതിനായിട്ട് കത്തിച്ച് കളഞ്ഞേക്ക്. അങ്ങനെ നമുക്ക് നമ്മൾ എന്തിനാ വെറുതെ നെഗറ്റീവ് അപകടമുള്ള സാധനത്തിന് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അത് നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുക. ഹേർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ആകുമ്പോഴേ വീണ്ടും വീണ്ടും അതിങ്ങനെ ഓർത്തോണ്ട് വരും. ഇപ്പൊ ഡെയിലി ഇപ്പൊ ഇതില് രാവിലെ വരുന്ന മെഡിറ്റേഷൻ അതൊക്കെ അത് നല്ലതാ. നമുക്ക് ഡെയിലി നമ്മളെ ക്ലിയർ ആക്കാന് നമ്മളൊരു അഴുക്ക് പിടിച്ച പാത്രം കഴുകി വൃത്തിയാക്കി പുതിയ പാത്രമാക്കി എടുക്കുന്നത് പോലെ നമ്മളെ അങ്ങനെ ക്ലിയർ ആക്കി എടുക്കുക, ക്ലീൻ ആക്കി എടുക്കുക സ്വയം. ഇതുണ്ടാവും എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ്സ്, ഒരുപാട് ട്രോമാസ്, ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളത് സ്വയം നമ്മളെ തന്നെ ഹീൽ ചെയ്ത് നമ്മൾ മാറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടിനെ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് സെയിം അതുപോലെ നമ്മൾ കൊണ്ടുവരിക, മാറ്റിയെടുക്കുക. ഇനി അതല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് അതിന് ആവശ്യമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് നേടുക, എന്നിട്ട് നമ്മളത് മാറ്റിയെടുക്കുക. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? മാജിക് മോർണിംഗ് ലാസ്റ്റ് ഞാൻ പറയാം. എനിക്ക് കുറച്ചേ കേൾക്കാൻ പറ്റില്ല, കാരണം നെറ്റ് പ്രോബ്ലം വന്നിട്ട് കുറച്ച് കട്ടായി പോയി. എന്തായാലും കേട്ടെടുത്തോളം വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്സ്, ന്യൂറോ പാത്ത് എങ്ങനെ നന്നാക്കി കൊണ്ടു കിടക്കുക എന്നുള്ള ഒരു പുതിയ വഴി, ഒരു പാത ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു തന്നതിൽ വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സർ. താങ്ക് യു. ഹലോ, മാജിക് മോർണിംഗ് മാം. മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് നമ്മുടെ മൈൻഡിലേക്ക് വന്ന ആദ്യമൊക്കെ നമ്മൾ അതിനെ പറഞ്ഞ പോലെ ഇങ്ങനെ താലോലിച്ച് അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ നമ്മുടെ മാജിക്കിന്റെ ഈ ഒരു ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സത്യം ക്ലിനിക്കിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു ഇതിന്റെ കുറവ് കൊണ്ട് തന്നെ എന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പോ ആ ഒരു സമയത്ത് സാറ് നന്നായി വഴക്ക് പറഞ്ഞു നന്നായി കേട്ടു. അപ്പൊ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ എനിക്ക് കുറച്ചു നേരം ആകെ ബ്ലാങ്ക് ആയി മൈൻഡ്. പക്ഷെ പിന്നീട് ഞാനത്
അറിയാം, നമുക്ക് വീട്ടിൽ വന്നാലും ഇപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മക്കളായാലും ചേട്ടനായാലും എന്നോടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളാണ് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. അപ്പൊ നമുക്കതിന് കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ പക്ഷെ ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് മാം പറഞ്ഞ പോലെ ആ നെഗറ്റീവ്സിനെ അതങ്ങനെ വിട്ടു. 2 ദിവസം ഞാനത് മനസ്സിൽ ഭയങ്കരതായി. പിന്നെ ഞാൻ ആ നെഗറ്റീവ്സിനെ വിട്ടിട്ട് നമുക്ക് കൂടുതലായിട്ട്, അതായത് ഇപ്പൊ നമ്മളിതൊരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്, അതല്ലാതെ നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് വരുമാനം വരുമ്പോഴും അല്ലെങ്കിൽ അതിലെങ്ങനെ നമ്മൾ മൈൻഡിനെ അത്രയധികം സന്തോഷമായിരിക്കും, അങ്ങനെ 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 കയറി പോയി. അപ്പൊ മാം ഇന്നത്തെ ക്ലാസ്സിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് തോട്ട്സിനെ അത് പോസിറ്റീവ് പോസിറ്റീവിലേക്ക് ചാടണം. മങ്കി മൈൻഡിന്റെ കാര്യം പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നു അത്. കാരണം നമ്മൾ ആ നെഗറ്റീവ്സിൽ നിൽക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അത് ഇതിൽ നല്ലൊരു കാര്യം വരാനായിരിക്കാം അങ്ങനെ ആ ഒരു ഇത് വന്നത് എന്നുള്ളത് അങ്ങനെ ചിന്തിക്കാൻ പറ്റി. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബി മാജിക്കിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഗുണം തന്നെയാണത്. താങ്ക് യു സോ മച്ച് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് സെഷൻ. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. എല്ലാവർക്കും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ, വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ മെമ്പേഴ്സിന് ഇരിക്കാനും പറ്റി. അപ്പം ഇനിയും മാമിന്റെ സെഷൻസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവറി വൺ. സീ യു ടുമോറോ. താങ്ക് യു. Thank you, Shaina ma'am. Thank you all. Thank you very much. ഓക്കെ, താങ്ക് യു.